വോയിസ് കൊടുത്തോളാം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഞാൻ നട്ട എൻ്റെ കപ്പ എന്തായി എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മ ഇന്നലെ ഇതിൻ്റെ അതൊന്നല്ലേ അമ്മ പറിച്ചോണ്ടിരിക്കുന്നേ അല്ലേ? കണ്ടാ നീട്ടം കണ്ട എൻ്റെ കപ്പയുടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇത് ഒരുങ്ങി ഒന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ പള്ളി പെരുന്നാളിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ പെരുന്നാളല്ല എങ്കിലും നമ്മുടെ പള്ളിയിലെ ചെറിയ ഒരു നല്ല പെരുന്നാൾ, സിമ്പിളായിട്ടുള്ള ഇത് അടിപൊളിയായിട്ടുള്ളൊരു പെരുന്നാളാണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരെ കേട്ടോ. രാജുമായി സിറ്റി വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കരുണാസമ്പന്നനായ വാഴ്ത്തപ്പെട്ട സ്വർഗീയമേ, പലയിടങ്ങളിലായി ഞങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഇവിടെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ഇടയാക്കിയ വിധങ്ങളെ ഓർത്ത് നമ്മുടെ സ്തോത്രം അർപ്പിക്കുന്നു. ഭദ്രാശ്രമ തലത്തിലെടുത്ത തീരുമാനത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജകുമാരി സെൻറ് തോമസ് ആംഗ്ലിക്കൻ ചർച്ച് മിഷൻ ബംഗ്ലാവിൻ്റെ ഒരു റൂം ഭദ്രാസന ഓഫീസിന് വേണ്ടി തുറന്നു വരുവാൻ മനസ്സിൽ കൊടുത്ത എല്ലാവങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, ഐശ്വര്യപൂർണ്ണമായിട്ട് വെടിയെടുത്തണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷാകർമ്മം നിർവഹിക്കുന്ന ഇവിടെ അയക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും പ്രവർത്തകരെയും ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയും വഴിയെടുക്കുകയും ചെയ്യണമേ. ഇത് നല്ലതിനു വേണ്ടി നല്ല അർത്ഥത്തിലായി തീരുവാൻ കൂടുതലായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും വഴിയെടുക്കുകയും ചെയ്യണം. എല്ലാം ക്രിസ്തേശുവിൻ്റെ എൻ്റെ ഉള്ള നാമത്തിൽ ചോദിക്കുമ്പം കൃപയുണ്ടായി കേൾക്കണമേ. നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ ശരിയായും വിശുദ്ധമായുള്ള ഉപയോഗങ്ങൾക്കായി ഇപ്പോൾ വേർതിരിച്ച് പ്രതിഷ്ഠിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ഓഫീസ് കെട്ടിടം പ്രതിഷ്ഠിക്കുന്നു. ആമേൻ. ദൈവമേ, താനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വിജാക്കി കർത്താവേ, വെള്ളത്തെ വാഴ്ത്തി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമെന്നോ ഞങ്ങളെ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. പുതുതായി പണിത ഓഫീസിൻ്റെ പ്രതിഷ്ഠയാണ് നടക്കുന്നത്. പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പോലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ കുരിശടി വരെ പ്രദക്ഷിണം പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് റെഡിയാണ്. ഇപ്രാവശ്യം ഞാൻ ആ കൊടി എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കൊടിയൊക്കെ എടുക്കാഞ്ഞത്. സമയത്തിനാണ് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ആദ്യഫല പെരുന്നാളിൻ്റെ 2-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവെ അവിടുന്ന് എത്രത്തോളം നടത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്ന് എല്ലാ ശുശ്രൂഷകളും പ്രദക്ഷിണവും
അപ്പോൾ ഇതാണ് ഫിലോ ചേച്ചി. ചേച്ചി ചോദിച്ചത് നീ എൻ്റെ വീഡിയോ ഒന്നും എടുക്കുകയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വോയിസ് കൊടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കുടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുതിയതാണ്, ആരോ സ്പോൺസർ ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൊടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ താഴേന്ന് കയറി വന്നിട്ട് ഈ പള്ളി ചുറ്റിയിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ ഞാൻ 2 പ്രാവശ്യം വലം വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കയറി എനിക്ക് കുറച്ച് നമ്മുടെ പിരിവുകളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ കൊടുത്തിട്ട് പള്ളിക്കുള്ളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളൊക്കെ അങ്ങ് കയറി വന്നിരിക്കാൻ തുടങ്ങിയായിരുന്നേ. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു ഈ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇപ്രാവശ്യം 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മനോഹരമായ ദിവസമേത്താണ് സ്തോത്രം ചെയ്ത് ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ മധ്യത്തിൽ സ്ത്രീകളുടെ ശുശ്രൂഷയ്ക്കാരുടെ സമയത്തിലായി കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ട പൈതങ്ങളെ ദൈവാന്തരത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നിർവഹിക്കുന്ന ഞങ്ങളുടെ അഭിനംശത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ ഇപ്പോൾ കരുതുന്ന പ്രാർത്ഥന സ്തോത്രം സർവ്വശുദ്ധ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ക്രിസ്തീയ സഭയുടെ ചട്ടപ്രകാരമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങൾക്കും അവർ അർഹതപ്പെട്ടവരാണ്. സഭയുടെ എല്ലാ തലങ്ങളിലേക്കും, എല്ലാ കമ്മിറ്റിയിലേക്ക്, അതുപോലെ തന്നെ കൗൺസിലിലേക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക്, അതുപോലെ സഭയുടെ കപ്പിയാർ, സെക്രട്ടറി, കൈക്കാരൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരണമെങ്കിൽ ഈ സ്ഥിരീകരണത്തോടു ശേഷമേ സാധിക്കുകയുള്ളൂ. എന്താണ് കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമോ? അറിയാമോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ക്രൈസ്തവ സഭകളിൽ നാം മറ്റുള്ള ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്നു, പള്ളിയിൽ വരുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ആരാധനയ്ക്ക് വരുന്നു, ഇതൊക്കെ പ്രാർത്ഥനകൾക്കൊക്കെ വരുന്നു. അപ്പോൾ നാം മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിരുന്നു. അതിന് പറയുന്ന പേരാണ് സംക്രമം. സംക്രമം എന്നാൽ എന്ത്, എത്ര, ഏതെല്ലാം. എന്താണ് സംക്രമം? അകമേ ആത്മീയമായി ലഭിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളമാണ് സംക്രമം. അകമേ ആത്മീയമായി ലഭിക്കുന്ന ദൈവകൃപയുടെ പുറമെയുള്ള അടയാളമാണ് സംക്രമം. അതാണ് സംക്രമം എന്നാൽ എന്ന് ഉള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. എത്രയുണ്ട്? 2 എണ്ണം. ഏതെല്ലാമാണ്? സ്നാനവും തിരുവത്താഴവും, വിശുദ്ധ സന്ദർഭവും. അപ്പോൾ സംക്രമം എന്നാൽ എന്ത് എന്ന് അതിന് എത്രയുണ്ട്? 2 എണ്ണമുണ്ട്. ഏതെല്ലാമാണ്? തിരുവത്താഴവും സ്നാനവും. സ്നാനവും തിരുവത്താഴവും സ്വീകരിക്കാത്ത ഒരാളും ക്രൈസ്തവ സഭയുടെ ചട്ടപ്രകാരമായിട്ടുള്ള അംഗമല്ല കേട്ടോ. പിന്നെ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ പുതുക്കി അവയെ നിങ്ങൾ തന്നെ സ്ഥിരമാക്കി ഏറ്റു പറയുകയും നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് നിങ്ങൾക്ക് വേണ്ടി ഏറ്റിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിശ്വസിച്ച് പ്രമാണിക്കേണ്ടതിന്
സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇനി കാണുന്നത് നമ്മുടെ ഈ വർഷത്തെ എല്ലാവരുടെയും ആദ്യഫലമാണ് കേട്ടോ ഇരിക്കുന്നത്. കോഴി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം ലേലം വിളിക്കും കേട്ടോ. വലിയ മത്തങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പെരുന്നാളിൻ്റെ അവസാനമായിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അധികം ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ചാച്ചിയമ്മ ഉണ്ടായിരുന്നു. ചാച്ചിയമ്മയ്ക്ക് ഞാൻ ഫുഡൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പള്ളിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. പള്ളി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. ചാച്ചിയമ്മയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അവർ വണ്ടിക്ക് വരാൻ വേണ്ടി ഇരിക്കുക. അപ്പം ഞാൻ ഇന്ന് പൂപ്പാറ ടു അടിമാലി ബസ് മുഴുവൻ സ്ട്രൈക്കാണേ. അതുകൊണ്ട് ബസ്സില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ ഓട്ടോയ്ക്ക് പോകുന്നത്. അയ്യോ. അങ്ങനെ വീട്ടിൽ വന്ന് വൈകുന്നേരം അമ്മയുടെ അവിടെ കപ്പ അറയ്ക്കാൻ പോട്ടോ. യെസ്, അങ്ങനെ നമ്മളിത് കപ്പ പറിക്കുകയാണ് ഗൈസ്. ഇത് ഞാൻ നട്ട എൻ്റെ കപ്പയാണ്. എന്തായി എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അമ്മ ഇന്നലെ ഇതിൻ്റെ അകത്തുനിന്നല്ലേ അമ്മ പറിച്ചത്? ഒരെണ്ണോ നല്ല അടിപൊളി കപ്പയായിരുന്നത്. നല്ല ആഴത്തിലിരിക്കുന്നു അല്ലേ? അത് ഈ കപ്പ മാത്രം ഞാൻ വെച്ചതാണ്. അപ്പം ഈ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ പറ്റില്ല. അപ്പം കപ്പയ്ക്ക് മണ്ണ് കൂടിപ്പോയിന്ന്. മണ്ണ് കൂടിപ്പോയെന്നല്ല, കപ്പ തണ്ട് താണു പോയി. അതാ. കപ്പ അടിപൊളി കപ്പ. എത്ര താഴ്ചയുടെ ഒരു സൂപ്പർ കപ്പ വരും കണ്ടോ. ഇപ്പോൾ അമ്മ നട്ട കപ്പയേക്കാളും നല്ല അടിപൊളി കപ്പയായിരിക്കും. കണ്ടോ? കപ്പയില കൊള്ളുന്ന മുഴുവൻ ഇതേ പോണു. ആണോ? അടിപൊളി വലിയ കപ്പയാണ് മക്കളേ ഇത്. ചേച്ചിക്ക് 2 കപ്പ കൊണ്ട് കൊടുത്തേ. എടുത്തന്നെ കത്തി കത്തി ചാണകപ്പൊടി തന്നല്ലേ. ഫോണടിക്കുന്ന എടുത്തോണ്ട് വരട്ടെ. ഇതേ 2 കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അമ്മ നട്ടേക്ക കപ്പയൊക്കെ സൂപ്പർ കപ്പയാ. അയ്യോ ആണോന്ന്. ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്നത് അതിന്റെ പകുതിയല്ലേ ഇരിക്കുന്നേ അല്ലേ? കണ്ടാ നീട്ടം കണ്ട എൻ്റെ കപ്പയുടെ ഇതുണ്ട്. ഇങ്ങനെ കാണിച്ചു തരാം. നീട്ടം നീട്ടം തീട്ടമല്ല, നീട്ടം. വലിയ കപ്പയാണ് കണ്ടാ. വലിയ കപ്പ എന്നല്ല, ഒരുവിധം നീട്ടം കാണാം കേട്ടോ ഈ പ്രാവശ്യം ഈ കപ്പയ്ക്ക്. ഇന്ന് മുഴുവൻ പറിക്കാൻ പോണോ? മുഴുവൻ പറിക്കണ്ട. മുഴുവൻ പറിക്കാൻ നമ്മൾ ഇല്ലോ ഇല്ല. കൊടുത്തില്ലല്ലോ. കപ്പത്തണ്ട കൂടെ പറഞ്ഞു പഞ്ചിലെടുക്കരുത് ശരി. പിള്ളേര് വന്നില്ലേ? വിളിക്കാം. കറിയിരിക്കുന്നോണ്ട് എടുക്കത്തില്ല. 3 കൂടെ എടുത്തെങ്കിലും എടുക്കാൻ പറ്റുമോ? തണ്ട് പറയുമെന്ന് അറിയത്തില്ല.
ഞാൻ ആക്കണോ? കളിക്കാൻ പറ്റില്ല. ഞാൻ കിളയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ കൊടുത്തിട്ട് അമ്മ ഞാൻ കിളയ്ക്കുന്ന മാത്രം ഇല്ലായിരുന്നു കേട്ടോ. അതങ്ങനെയാണല്ലോ, ഞാൻ പണിയിൽ നിന്ന് ഒരിടത്തും ആരും കാണാറില്ല. എനിക്ക് സങ്കടമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ എന്തായാലും ഞാൻ നല്ലപോലെ കിളച്ച് കപ്പയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതുപോലെ മറച്ചു പിടിച്ചേക്കുമായിരുന്നു കൈ വെച്ചിട്ട് കേട്ടോ. സൂപ്പർ കപ്പ. കണ്ടോടെ എൻ്റെ കപ്പ. ചേച്ചി കൊടുക്ക എടുക്കണ്ടേ? ഇപ്പം എത്ര പോരെ? നമുക്ക് എത്ര? നമുക്ക് ഇത്രയും പോരെ? ചേച്ചിക്ക് 2 കൂടി അത് പോരെ? നമുക്കേതാ? നമുക്കത് പോരെ? ഇത് വേണോ? എന്താ വണ്ടി മതി മതിയമ്മ. കപ്പക്കിട്ട് കൊണ്ട് ഞാൻ പോരെ? കത്തി എന്തി? കത്തി കുറേ കിടക്കും. സമയം അത് നല്ല അത്യാവശ്യം വലിയ കപ്പയായിരുന്നു കേട്ടോ. അത് ഒടിഞ്ഞു. ഇനി ഉണ്ടാവും എൻ്റെ ഉണ്ട്. അതെടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അവിടെ പോട്ടെ. ഇച്ചിരി കളച്ചെടുക്കണോ? വേണ്ട, വൈകി കളിക്കണ്ട, പോട്ടെ. അത് പോട്ടെ. ഇനി പറിക്കുമ്പോൾ അത് തീർത്ത് പറിക്കാം. തണ്ട് താഴെ വരും. കപ്പ മാന്തി എടുക്കാം. മൊത്തം പറിച്ച കഴിക്കല്ലേ ചേച്ചി? വേറൊന്നുമല്ല, അത്യാവശ്യം കപ്പയുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ തവണ ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മുടെ അപ്പുറം പേരയിലുണ്ടല്ലോ ഇഷ്ടം പോലെ പേരൊക്കെയുണ്ട്. എല്ലാം വീണ് പോവാണേ. അപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം പറിച്ചായിരുന്നു. കണ്ടോ പേരയ്ക്ക നിൽക്കുന്നുണ്ടോ? അടിപൊളി പേരയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പേരയ്ക്ക കേട്ടോ. പിന്നെ എൻ്റെ മേളിൽ നിൽപ്പുണ്ട് പഴുത്ത് തോരണം. അപ്പം കുറേയൊക്കെ വീണ് പോയതുകൊണ്ടാ. ഇതൊക്കെ വീണ് പോയി കിടക്കുവാണേ. നമുക്ക് പറിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും പറിക്കാഞ്ഞത്. ഇനി എന്തായാലും പറിക്കാം. അപ്പോൾ നാളെ പറിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതൊക്കെ കിളി കൊത്താൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് തോട്ടി കെട്ടി ഇപ്പോൾ ഒന്ന് കുറച്ച് പറിക്കാം. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് നിൽക്കുന്ന പറഞ്ഞാൽ അത് നല്ല പഴുത്തതാണ്. പിന്നെ ഇതെവിടെ നിൽക്കുന്നൊന്നും. പിന്നെ ഉള്ളിലേക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. വെള്ളക്കൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് പറിക്കണമെങ്കിൽ ഞാൻ ഇത് കല്ലിൻ്റെ വേളി കയറേണ്ട വരും. ഇത് പിന്നെ നമ്മളാ പെയിൻറ്റ് ചെയ്തപ്പോൾ ഞാനും കണ്ണപ്പനും കൈ കഴുകിയതാട്ടോ. ഉണ്ടോ അവിടെ അങ്ങ് കളറായി. അമ്മ എത്തിയിട്ടുണ്ട് ഇതിൽ. പേരയ്ക്കിനി അടുത്ത ദിവസം പറിക്കാം കേട്ടോ. ഇപ്പം നാളെ രാവിലെ കഴുകാമല്ലേ. അപ്പോൾ എന്തായാലും കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.